ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഈ ഒരു ബീഫ് ഫ്രൈ ആണ്. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. നല്ല ഡ്രൈ ആയിട്ട് ഫ്രൈ ആയിട്ടിരിക്കുന്ന ബീഫ് ഫ്രൈ ആണ്. 12ഓളം വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 10-20 ചെറിയ ഉള്ളിയുണ്ട്, അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇത്രയും ഇഞ്ചി കഷ്ണങ്ങളും എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത്ര ചേർക്കുന്നു, കാരണം ഇനി നമ്മൾ ലാസ്റ്റ് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഇത്രയും ചേർക്കുന്നത്. ഇത് എല്ലാം കൂടെ അരച്ചെടുക്കണം. നമുക്ക് ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് വരാം. ഞാനിവിടെ 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, ഞാൻ കല്ലുപ്പാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരയ്ക്കാനായിട്ട് എടുത്തല്ലോ, അതിപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഫുള്ളും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ബീഫിൽ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറോളം നമുക്ക് വെയിറ്റ് ചെയ്യും. ഇതിലൊന്ന് ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കട്ടെ. ബീഫിനെ ഒരു കുക്കറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ട. കുക്കറിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് ഇറച്ചി വേവിച്ചെടുക്കാം. കുക്കറിൽ വെച്ച് വേവിച്ചെടുത്ത മീറ്റാണിത്. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നന്നായിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വറ്റിക്കിട്ടട്ടെ. ബീഫ് ഇപ്പം വറ്റി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് വരട്ടെ. നമ്മുടെ മസാല ഫുള്ള് നമ്മുടെ ഇറച്ചി മേലേക്ക് പിടിക്കുന്നുണ്ട്. ഉണ്ടോ? മസാല നന്നായിട്ട് പിടിച്ച് കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രം എടുക്കാം. അതിനകത്ത് നമുക്കിതൊന്ന് കുറച്ച് ഐറ്റംസും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാനുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഒരു 2 മീഡിയം സവാള നന്നായിട്ട് വഴച്ചെടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, ഇത് വേഗം ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി. അതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ആറ് ചുമന്ന മുളകും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് മുറിച്ചൊന്നും ഇടുന്നില്ല, ഇതേപടി അങ്ങോട്ട് ചേർക്കുവാണ്. ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ മല്ലി, ഇതൊന്ന് ചതച്ചെടുത്തേക്കുന്നതാണ്. അതും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊക്കെ നന്നായിട്ട് ഇപ്പം മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇറക്കി വെക്കാം. ഇനി ബീഫ് നമുക്ക് വീണ്ടും സ്റ്റൗവിൽ വെക്കാം. അതിനുശേഷം ഈ വറുത്ത് വെച്ചേക്കുന്ന സവാളയും കറിവേപ്പിലയും ഒക്കെ കൂടി ഇട്ട് ഈ ബീഫിലേക്ക് ഒന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് ഇത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ ഒപ്പമോ പൊറോട്ടയുടെ ഒപ്പമോ ഒക്കെ കഴിക്കാം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ എൻ്റെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചോറ്, മോര്, ബീഫ് ഫ്രൈ ഇതൊരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം.